6 സോണുകളാക്കി തിരിച്ചുകൊണ്ടുള്ള തിരച്ചിലാണ്. അതിൽ ഏറ്റവും പ്രധാനമായി മുണ്ടക്കൈ ചൂരൽമല മേഖലയിൽ തന്നെയുണ്ട് തിരച്ചിൽ. ഒപ്പം തന്നെ അട്ടമല, ആറന്മല ചേർന്ന ആദ്യത്തെ സോൺ അവിടെയും തിരച്ചിൽ പുരോഗമിക്കുകയാണ്. മുണ്ടക്കൈ രണ്ടാമത്തെ സോണും പുഞ്ചിരിമട്ടം മൂന്നാമത്തേതും വെള്ളാർമല വില്ലേജ് റോഡ് നാലാമത്തേതും GVHSS വെള്ളാർമല അഞ്ചാമത്തെ സോണുമാണ്. ശ്രീ കെ ശശീന്ദ്രൻ ഒരിക്കൽ കൂടെ ചേരുകയാണ്. ശ്രീ കെ ശശീന്ദ്രൻ, ഇന്നിപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉള്ളതുപോലെയല്ല, കൂടുതൽ ഏകോപനത്തോടെയുള്ള ഒരു രക്ഷാദൗത്യമാണ് കാണാൻ കഴിയുന്നത്. കൃത്യമായ സോണുകളായി തരംതിരിച്ച് പ്രദേശത്തെ അറിയുന്ന നാട്ടുകാരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു തെരച്ചിൽ അത് വളരെ കാര്യക്ഷമമായി തന്നെ ഇന്ന് പുരോഗമിക്കുമെന്ന് മനസ്സിലാക്കുന്നുണ്ട്. ഈ ഏകോപനങ്ങളുടെ കാര്യത്തിലൊക്കെ സംതൃപ്തനാണോ? തീർച്ചയായും ഇന്ന് ദിവസമാണ്. ബെയിലി പാലം നിർമ്മാണം പൂർത്തീകരിച്ചതോടുകൂടി കൂടുതൽ ഫലപ്രദമായ രീതിയിലുള്ള ആളുകളെ കണ്ടെത്താനുള്ള, കാണാതായവരുടെ ശരീരങ്ങൾ കണ്ടെത്താനുള്ള വലിയ തീവ്രമായ ഇടപെടലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. മുണ്ടക്കൈ ചൂരൽമല ഭാഗങ്ങൾ 6 സോണായി തിരിച്ച് പ്രത്യേകമായിട്ടുള്ള ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ സ്ഥലത്തെ നാട്ടുകാരുടെയും കൂടെ സഹായത്തോടുകൂടി വലിയ തെരച്ചിലിന് ആവശ്യമായ സംവിധാനങ്ങളാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അത് ഫലപ്രദമായി അതിനൊരു റിസൾട്ട് ഉണ്ടാവും എന്നാണ് സ്വാഭാവികമായിട്ട് പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം തന്നെ എന്തായാലും അവിടെ റേഞ്ച് ഇഷ്യൂ ഉണ്ടെന്ന് തോന്നുന്നു സർ. സംസാരിക്കുന്നത് മുഴുവനായി കേൾക്കാൻ കഴിയുന്നില്ല. ഈ രീതിയിൽ വലിയ ഒരു സംവിധാനം മുഖ്യമന്ത്രിയുടെ ശേഷം വലിയ ഒരു സംവിധാനം ഇന്നിപ്പോ ഉണ്ടാക്കിയിട്ടുണ്ട് അവിടെ. എന്തായാലും വളരെ കാര്യക്ഷമമായി തന്നെ പരിശോധനകൾ, തെരച്ചിൽ പുരോഗമിക്കുന്നു എന്നുള്ള വാർത്തകൾ തന്നെയാണ് നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്നത്. ഇപ്പോൾ CK ശശീന്ദ്രനാണ് സംസാരിച്ചത്. അദ്ദേഹവും പറയുന്നത് കൂടുതൽ ഏകോപനത്തോടെയുള്ള പ്രവർത്തനം ഇന്ന് നടക്കുമെന്നുള്ളതാണ്. നമുക്കറിയാം, ഡോഗ് സ്ക്വാഡ് അടക്കമുള്ള സംഘങ്ങളെ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധന നടക്കുന്നു. ഇന്നിപ്പോൾ വെള്ളാർമലയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് അല്പസമയം മുൻപ് നമ്മൾ കണ്ടത്. ആരുടെയും കരളലിയിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ്. ചില ഫോട്ടോകൾ, ഒപ്പം തന്നെ പലതരത്തിലുള്ള തിരിച്ചറിയൽ കാർഡുകളൊക്കെ അവിടെ നിരത്തിയിട്ടിരിക്കുന്ന കാഴ്ചകളുണ്ട്. ഇവരിൽ എത്ര പേർ ജീവിതത്തിലേക്ക് കൂടി കയറിയിരിക്കുന്നു, എത്ര പേർ മണ്ണിനടിയിൽ പുതഞ്ഞു പോയിരിക്കുന്നു എന്നുള്ള വിവരങ്ങളൊന്നും ഇപ്പോൾ കൃത്യമായി ലഭിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ മണ്ണും കല്ലും ഒക്കെ വന്ന് അടിഞ്ഞ, പ്രത്യേകിച്ച് മരങ്ങളൊക്കെ അടിഞ്ഞ ഒരു പ്രദേശം കൂടിയാണ് വെള്ളാർമല. അതുകൊണ്ട് തന്നെ ആദ്യഘട്ടത്തിൽ കൂടുതൽ ആളുകൾ പെട്ടിട്ടുണ്ടെങ്കിൽ അവരുടെ ശരീരഭാഗങ്ങളൊക്കെ പുതഞ്ഞിരിക്കാം ഇവിടെ എന്നുള്ള ഒരു നിഗമനം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ നേരത്തെ ഹിറ്റാച്ചി ഉപയോഗിച്ചുകൊണ്ടുള്ള വലിയ രീതിയിലുള്ള പരിശോധനകളൊപ്പം തന്നെ ഡോഗ് സ്ക്വാഡ് മണം പിടിച്ചുകൊണ്ട് എവിടെയെങ്കിലും ഉള്ള പരിശോധനകളൊക്കെയാണ് ഇപ്പോൾ അവിടെ പുരോഗമിക്കുന്നത് എന്നുകൂടിയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്.